ആണ് തിയേറ്ററിലെത്തിക്കുന്നത്. ആനുകാലിക പ്രസക്തിയുള്ളൊരു കുടുംബ സബ്ജക്റ്റാണ് പറയുന്നത്. ഒരു കൂട്ടം ടീനേജ് കുട്ടികളാണ് ഇതിലൂടെ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഏവർക്കും അറിയാം സുപരിചിതനായ അജിത് കൂത്താട്ടുകുളം ദൃശ്യം 2 നിങ്ങൾ കണ്ടു അവിസ്മയം. ദൃശ്യം 3 നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന മുഖമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തിരക്കിനിടയിൽ അല്പനേരം എന്ന ചിത്രത്തിലെ പ്രധാന വേഷം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആദ്യം സംവിധായകനായ ജയൻ അനിക്കാടിനെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. രചനയും സംവിധാനവും ചിത്രത്തിന്റെ അദ്ദേഹമാണ് നിർവഹിച്ചിരിക്കുന്നത്. അതോടൊപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അജിത് കൂത്താട്ടുകുളം അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇതിന്റെ ചിത്ര സംയോജനം, എഡിറ്റിംഗ്, ക്യാമറമാൻ ടോൺ അലക്സ് ആണ്. 2 കാര്യങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ. പിന്നെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എസ് അജ്മൽ. പിന്നെ നമ്മുടെ കുട്ടിത്താരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ടീനേജ് താരങ്ങളായ നിരഞ്ജൻ, അല്ലെ, ശിവാനി, അനിരുദ്ധ്, നവൻലാൽ, ഇത്രയും പേരെയാണ് നമ്മുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്ന ആർട്ടിസ്റ്റുകളാണ്. ഇവരെയുമാണ് പത്രസമ്മേളന പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ചിത്രത്തെക്കുറിച്ച് കൂടുതലായി സംവിധായകൻ പറഞ്ഞു തുടങ്ങും. ഓരോരുത്തർ സംസാരിച്ചതിന് ശേഷം മീഡിയയ്ക്ക് ചോദിക്കാം. ഇവരോടുള്ള നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കാം. അതിനുശേഷം ആദ്യം ചിത്രത്തെക്കുറിച്ച് പറയും. എല്ലാവർക്കും നമസ്കാരം. രാവിലെ തൊട്ടേ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, എങ്കിലും പറയാം. നിങ്ങളെല്ലാവരും കേട്ട കാര്യങ്ങളൊക്കെ തന്നെ. ടൈറ്റിൽ പോലെ തന്നെ തിരക്കിനിടയിൽ അല്പനേരം എന്ന് പറയുന്ന സിനിമ നിലവിലുള്ള സാമൂഹ്യ പശ്ചാത്തലം, നിലവിലുള്ള സാമൂഹ്യ പരമായ വിഷയങ്ങളിലൂടെ തികച്ചും ഫാമിലി ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മുടെ കുട്ടികളുടെ ഒപ്പം അവരുടെ സമയം കുറച്ച് സമയങ്ങളിൽ ചെലവഴിക്കണം. ആ ചെലവഴിക്കുന്നതിന്റെ ഗുണവും അതിൻ്റെതായ പിള്ളേർക്കുണ്ടാകുന്ന അച്ചീവ്മെന്റും അവർക്കുണ്ടാകുന്ന ഏറ്റവും നല്ല മൈൻഡ് ഹെൽത്തും ഒക്കെയാണ് ഈ സിനിമ പ്രദാനം ചെയ്യുന്നത്. തികച്ചും ഒരു 4 ഫാമിലിയുടെ ഇടയിലൂടെ പോകുന്ന, വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള 4 ഫാമിലിയുടെ ഇടയിലൂടെ പോകുന്ന അതിശക്തമായ ഒരു ഫാമിലി എന്റർടൈൻമെന്റ്, ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ഈ സിനിമ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഈ വരുന്ന 22-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സിനിമ എത്തുകയാണ്. അതിനുവേണ്ടി എല്ലാ പ്രോത്സാഹനവും മീഡിയയുടെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ടും ഉണ്ടാവണം. എല്ലാ മീഡിയ പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാവണം. കാരണം അത്രയ്ക്ക് ഏകദേശം ഒരു 37-38ഓളം അതിശക്തമായ മെസ്സേജസ് അടങ്ങിയ ഒരു സിനിമയാണിത്. ഒരു എന്റർടൈനർ എന്നതിൽ ഉപരിയായിട്ട് തികച്ചും ഇത് കണ്ടില്ലെങ്കിൽ ഒരു തീരാ നഷ്ടം എന്ന് വേണമെങ്കിൽ ഇതിന്റെ പ്രിവ്യൂ കണ്ട ആൾക്കാർ പറഞ്ഞതുമാതിരി ഞാൻ പറഞ്ഞാൽ അതൊരു അഹങ്കാരമായിട്ട് പോകും. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരിക്കലും ഒരു നഷ്ടവും വരില്ല. ഞങ്ങളുടെ ഇതിന്റെ വാചകങ്ങൾ പോലെ തന്നെ that will change our lifestyle, especially പേരൻസിന്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകും. ഞങ്ങളുടെ ഇത് റിലീസിങ് ആകുന്ന അന്നു മുതൽ എന്ന് പറയുന്ന ആ ഒരു മോട്ടിവേഷണൽ സെന്റൻസ് തന്നെയാണ് ഇത് ഏറ്റവും വലിയ കഥ. അപ്പോൾ എല്ലാ പ്രോത്സാഹനവും മീഡിയ പക്ഷത്തു നിന്നും ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന് പ്രതീക്ഷയുണ്ട്. ഞാൻ അജിത്ത് ചേട്ടനിലേക്ക് ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തിരക്കിനിടയിൽ അല്പനേരം എന്ന സിനിമയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിക്കുന്ന 4 കുട്ടികളാണ്. ആ കുട്ടികളിൽ ഒരു കുട്ടിയുടെ അച്ഛനായിട്ടാണ് ഞാൻ വേഷമിടുന്നത്. ഇപ്പോഴത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേഷം ചെയ്യുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് ഡയറക്ടർ സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഡയറക്ടറുടെ പ്രോത്സാഹനമാണ് പിന്നീട് എനിക്ക് ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡബ്ബിങ്ങിലായാലും സാർ എൻ്റെ കൂടെ നിന്ന് ശരിക്കും 4-5 സീനേ ഉള്ളൂ. രാവിലെ 10:30 വന്നിട്ട് രാത്രി 8:15 വരെ ഡബ് ചെയ്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ചരിത്ര സംഭവമാണ് ആ സീൻ. കാരണം അതുപോലെ വർക്ക് ചെയ്തിട്ട് എനിക്കെന്ത് പറയണം, എങ്ങനെയാണ് പറയണ്ടേ എന്ന് ഡയറക്ടർ സാറ് അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നതിൻ്റെ പേരിൽ അത്രയും ടൈം അങ്ങ് പോയി. പക്ഷെ അത് ഡബ് ചെയ്ത് പുറത്ത് വന്നപ്പോൾ ഞാൻ കണ്ടില്ല, കണ്ടവർ സാറ് കണ്ടു, ടോൺസ് കണ്ടു. അവർ കണ്ടവർ പറഞ്ഞു നല്ല അഭിപ്രായമാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും എല്ലാവരും ഈ പടം മെയ് 22-ന് റിലീസാകുകയാണ്. അപ്പോൾ എല്ലാവരോടായിട്ട് പറയുകയാണ്, കുട്ടികളായിട്ടും മാതാപിതാക്കളായിട്ടും അധ്യാപകരായിട്ടും അവരുടെ കൂട്ടുകാരെ എല്ലാവരോടും പറഞ്ഞു
ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ ടോൾസുണ്ട്. നമസ്കാരം. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെച്ചാൽ നമ്മുടെ ഒരു 4 വ്യത്യസ്ത കുടുംബങ്ങളിൽ നടക്കുന്ന കുട്ടികളിൽ അനുഭവിക്കുന്ന വേദനകളും അത് പേരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും ആണ് ഈ സിനിമ. ഇത് കൂടുതലും കുട്ടികളിൽ ഉണ്ടാകുന്ന വേദനയും കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിലും കുട്ടികൾക്കുണ്ടാകുന്ന എങ്ങനെയാണ് മാനസിക പ്രശ്നങ്ങളും കുട്ടികളും പേരൻസും തമ്മിലുള്ള റിലേഷനും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നു പോയ ഒരു ലൈഫിൽ എപ്പോഴെങ്കിലും ടച്ച് ചെയ്യുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് തന്നെ കാണണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഫാമിലി ആയിട്ട് തന്നെ കണ്ടാലാണ് അത് കുട്ടികളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, കുട്ടികളോട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതിലും നമ്മൾ പെരുമാറേണ്ടത്, അത് കുട്ടികളിൽ മാനസികമായിട്ട് എങ്ങനെ വളർച്ച ഉണ്ടാകും, ഇതെല്ലാം നമുക്ക് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. നമസ്കാരം. ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും ഇപ്പം നമ്മുടെ ജയൻ ചേട്ടനാണെങ്കിലും ടോൺസ് ആണെങ്കിലും പിന്നെ അജിത്തേട്ടനും എല്ലാവരും പറഞ്ഞു. എനിക്കും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം. എന്താന്ന് വെച്ചാൽ ഇതിലൊരു പാരൻറ്റ്, ഇതിലൊരു ടീച്ചർ, അല്ലെങ്കിൽ ഇതിൽ ഒരു സ്റ്റുഡൻറ്റ്, ഇത് എല്ലാം നമ്മളിൽ ഒരാൾ എപ്പോഴെങ്കിലും നമ്മൾ അനുഭവിച്ച ഒരു ഫീലിംഗ് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും അവരിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു ഇമോഷണലിൽ കയറി ഇറങ്ങി പോയിട്ടുള്ളവരായിരിക്കും അത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ആക്ടേഴ്സ് വളരെ നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഈ സിനിമ എല്ലാവരും പോയി കാണണം. സിനിമയുടെ ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവരും പോയി കാണാൻ ശ്രമിക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഈ സിനിമയിലെ ഓരോ എന്ന് വെച്ചാല് ഓരോ നമ്മുടെ ഡയലോഗ്സും ഓരോ ഇതും എല്ലാം ഒരു പേരന്റിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതെല്ലാം മാറ്റി ഒന്നും കൂടി നമ്മുടെ മക്കളോട് ഒന്ന് ഇതാക്കാൻ ശ്രമിക്കണം എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ തിരക്കിനിടയിൽ അല്പനേരം എന്ന മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ പ്രൗഡാണ്, ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. എല്ലാവരും ഈ മൂവി വലിയൊരു മെസ്സേജാണ് പാരൻസിനായാലും ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരേപോലെ വലിയൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ ഇമാജിനേഷനേക്കാൾ ഉപരി ഇപ്പോൾ എന്താണ് പ്രസൻറ്റിൽ സംഭവിക്കുന്നതെന്നും കൂടി ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ റിലീസിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാ പാരൻസിൻ്റെ തിരക്കിനിടയിൽ ഒരു അല്പനേരം പോയി കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് ഈ സിനിമ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. ഈ സിനിമയുടെ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോ തന്നെ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. സിനിമ വിജയിപ്പിക്കണം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു നവല്ലാൽ എന്നാണ്. ഞാൻ ഇപ്പോൾ അതിൽ ഇർഫാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യണത്. നല്ലൊരു മെസ്സേജ് തന്നെ സിനിമയാണിത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ശരിക്കും ടൈറ്റിലോട്ട് ഉദ്ദേശിക്കുന്നത്? അത് എന്താ പറയുക, സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്ത ഇതിന്റെ കണ്ടന്റിന് അനുസരിച്ച് ഞങ്ങൾ കുറെ വീടുകളും മറ്റുള്ള സാഹചര്യങ്ങളിലെല്ലാം വിസിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. കൗൺസിലിംഗ് വരുന്ന പിള്ളേരുടെ വീടുകളിലൊക്കെ കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ചില സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ വീടുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇതുണ്ടായി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പേരൻസിന്റെ ഒരു കെയറിങ് ഇല്ലായ്മ മിക്ക കുട്ടികളെയും ബാധിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ പേരൻസിന്റെ കെയറിങ് ഇല്ലാത്തതിന്റെ മെയിൻ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ തന്നെയാണ്.
അത് ക്ലാസ്സിൽ ടോപ്പായിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് സത്യം ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അവൻ നന്നായി പഠിച്ചാൽ എല്ലാം ഓക്കെയാണ്, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട, നിനക്ക് ഓക്കെയാണ്. വേറെ അവന്റെ മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും പേരൻസും കിടക്കുന്നില്ല. എസ്പെഷ്യലി ചിലപ്പോൾ നമുക്ക് ടീച്ചേഴ്സും കൂടുതലും അക്കാഡമിക് ആയിട്ടാണല്ലോ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. അത് പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ഒരു വിഷയം ബൂസ്റ്റപ്പ് ചെയ്തപ്പോൾ അത് പോരാ എന്ന് തോന്നി. അപ്പോൾ തിരക്കാണ് എല്ലാവർക്കും, നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും തിരക്കാണ്. അപ്പൊ അതിന്റെ ഒരു ആശയത്തിൽ പെട്ടെന്ന് വന്ന ഒരു വെളിപാട് പോലെ വന്ന ഒരു പേരാണ് തിരക്കിനിടയിൽ അല്പനേരം. അതിന്റെ വെക്കേഷൻ സമയത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മെസ്സേജ് ഉണ്ട് ഇതിൽ. പഠിപ്പ് മാത്രം പോരാ, അതായത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുട്ടികൾക്ക് എന്റേതായിട്ടുള്ള പ്രതിബദ്ധതയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് സിനിമ പറയുന്നത്. തീർച്ചയായിട്ടും അവര് പേരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു മിംഗ്ലിംഗ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, അതുപോലെ കുട്ടികളുടെ അംബിഷൻസ്, അത് ഒരു പേരൻസ് മനസ്സിലാക്കുന്നുണ്ട്. 10th സ്റ്റാൻഡേർഡ് വരെ കുട്ടികളെ അങ്ങോട്ട് അവരുടെ അക്കാഡമിക് അവരെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്തു പോകുന്നു. 10th സ്റ്റാൻഡേർഡ് അവൻ എന്ത് ചൂസ് ചെയ്യണം, അവന്റെ മൈൻഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ നീ ബയോളജി എടുത്തോ അല്ലെങ്കിൽ അതെടുത്തോ, അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഈ രണ്ടിലേക്ക് പോകുന്നൊരു കാലഘട്ടം ഇപ്പോൾ ഉള്ളത്. അവിടെ അവന്റെ താല്പര്യം നോക്കുന്നില്ല. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് വരുമ്പോഴത്തേനും അതിന്റെ ഫോളോ ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ പേരൻസിന് ഒരു വകതിരിവ് വേണം. കാരണം ഏതൊരു വില ബയോളജി കിട്ടിയില്ലെങ്കിൽ സ്റ്റാറ്റസ് പോകുന്ന ഒരു മെന്റാലിറ്റി ജീവിക്കുന്ന പേരൻസ് ആണ് ഭൂരിഭാഗം പേരൻസ്. അതെന്തിനർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഫുൾ A+ നേടിയിട്ട് 1199 മാർക്ക് CBSE നേടുന്ന ഒരു പരീക്ഷയ്ക്ക് ഒരു കുട്ടി അവന് ഹ്യൂമാനിറ്റീസ് എടുത്ത് പറഞ്ഞപ്പോൾ പേരൻസ് സമ്മതിക്കുന്നില്ല. എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രി എക്കണോമിക്സ് വേണമെന്ന് പറഞ്ഞാലും ഹ്യൂമാനിറ്റീസ് എടുത്ത് അതുപോലെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല. അത് വേണ്ട, നീ അത് തന്നെ എടുക്കണം, എന്തിനാ അവനെ ഓവർലോഡ് എടുപ്പിക്കുന്നത്? അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. കോമഡി ചെയ്യാനാണ് ബുദ്ധിമുട്ട്. കോമഡി ചെയ്യുന്ന ഒരാളാണല്ലോ, കോമഡി ചെയ്യുന്ന ഒരാളാണല്ലോ. അതെ, കോമഡി ചെയ്യാനാണ് ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഇപ്പോൾ വർഷങ്ങളായല്ലോ, 10-25 വർഷങ്ങളായി ഈ സ്കിറ്റ് തന്നെ കളിക്കാൻ തുടങ്ങി. കോമഡി സ്റ്റാർസ് മുതൽ ഏഷ്യാനെറ്റ് ചെയ്തുമല്ല, കേരളത്തിലെ സകല ചാനലിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നില്ലെന്നുള്ളൂ, എങ്കിലും വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ 1ാം ക്ലാസ്സിൽ പോയിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. കോളേജിൽ പഠിച്ചിട്ട് 1ാം ക്ലാസ്സിലായിരുന്നു പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ ജഡ്ജായിട്ടിരിക്കുന്നു, അങ്ങനെ പോയിരിക്കാൻ. അതുകൊണ്ട് ഞാൻ വിളിച്ചു. ഒന്നാമത് പേയ്മെന്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ദൃശ്യം 3 വരുന്നുണ്ടല്ലോ, അതിലും ഐതേട്ടനെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അല്ല, 3-ലുണ്ട്. 3-ല് ഉണ്ട് കഥാപാത്രം അത് തന്നെ, ബാക്കിയൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നുമില്ല. ക്യാമറമാനോടാണ് അത്. ഇപ്പോ പിള്ളേരൊക്കെ ഫേസ് ആയിട്ടുള്ള കുറച്ച് പിള്ളേർ, അപ്പൊ അവരൊക്കെ അഭിനയിപ്പിക്കുന്ന സമയത്ത് ഒരു ക്യാമറമാൻക്ക് എങ്ങനെയാണ്? ഇവർക്ക് ഇതിലെ കണ്ടിന്യൂറ്റി കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല, ആക്ഷൻ കണ്ടിന്യൂറ്റി കാര്യങ്ങൾ ഇതായിരുന്നു നമുക്ക്. പക്ഷെ ക്യാമറ ആയിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഇവനെ അറിയാം, ഇവർ രണ്ടുപേരും എനിക്ക് അറിയാവുന്നവരാണ്. അവർ രണ്ടുപേരാണ് എനിക്ക് അറിയില്ലാത്തുള്ളൂ. ഇവർ രണ്ടുപേരും ഞാൻ പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവര് പിന്നെയും കുറച്ചുകൂടെ നമുക്ക് ക്യാമറയിലേക്ക് നമ്മൾ സാധാരണ സംഭവിക്കുന്നത് വെച്ചാൽ കട്ട് പറഞ്ഞപ്പോൾ തന്നെ ക്യാമറ ഇട്ട് നോക്കും. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കേസ്. അത് പരമാവധി ഇവർക്ക് നമ്മൾ 1-2 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ പിന്നെ അതങ്ങ് ഫോളോ അപ്പ് നടത്തി പോകുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. പരമാവധി ഇവര് എന്താ പറയുക, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ 4 പേരും മിടുക്കനും മിടുക്കത്തിയാണ്. അതിനൊന്നും കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾക്ക് അത്ര വലിയ സ്ട്രെയിൻ ഉണ്ടായില്ല. ചില കാര്യങ്ങൾക്ക് അവർക്ക് ഇമോഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു മീറ്ററിൽ പെർഫോം ചെയ്യുന്നുണ്ടായില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ബെറ്റർ ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നുണ്ട്. പരമാവധി പിഴിഞ്ഞ് തന്നെയാണ് എടുത്തേണ്ടത്, അങ്ങനെ തന്നെ പറയാം. ശിവാനിയൊക്കെ പഠിക്കുന്ന സമയമല്ലോ, അപ്പോ നിങ്ങള് കൂടെ പഠിക്കുന്ന കുട്ടികളോട് തിരക്കിനിടയിൽ അല്പനേരം സിനിമ കാണണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആയിരിക്കും എന്റെ പിന്നിലുള്ള ഒരു സംഭവം. ഞാൻ സിനിമ കാണണം എന്ന് പറയാറുണ്ട്. നമ്മുടെ ക്ലാസ്സില് ഇപ്പം ഒരു കുട്ടിയുടെ പേര് അവന്തിക എന്നാണ്. ഈ സിനിമയുടെ ടൈറ്റില് ഭയങ്കര എല്ലാവർക്കും തോന്നുന്നുണ്ട്, എന്നാൽ ആ കുട്ടി എൻ്റെ അടുത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഈ സിനിമയുടെ ടൈറ്റിൽ ഇതിലൊരു ടീച്ചർ, ഒരു വിദ്യാർത്ഥി നിങ്ങളാണെന്നൊക്കെ ഉള്ള ഒരു കാര്യം. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. ആദ്യ സിനിമയാണോ അത്? ആദ്യ സിനിമയല്ല, പക്ഷെ ക്യാരക്ടറുള്ള ആദ്യമായിട്ടാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് വെച്ചാൽ
സൂപ്പർ എക്സ്പീരിയൻസ്. ഫോൺ കണക്ട് ക്യാരക്ടർ നിങ്ങൾ ചെയ്തത് ക്യാരക്ടർ ഡീറ്റെയിൽ പറയാലോ. ഇതിപ്പം ഞാൻ ഒരു സാധനം ചെയ്ത് അതിപ്പോ സാധാരണ ഡയറക്ടർമാരായിക്കഴിഞ്ഞാൽ തെറ്റുമ്പോ ഇപ്പൊ എനിക്ക് തെറ്റിന്ന് വെച്ചോ, സാധാരണ ഡയറക്ടർമാരാണ് ഒന്നെങ്കിൽ വഴക്ക് പറയും, ഇല്ലെങ്കിൽ ദേഷ്യപ്പെടും. എന്നാൽ ഈ ഡയറക്ടർ ആണെങ്കിലോ ദേഷ്യപ്പെട്ടിട്ടില്ല എന്നോട്. എനിക്ക് കുറെ തെറ്റ് വച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാശ് മുടക്കി ഒരു സിനിമ ചെയ്യുന്നു, അല്ല ഇത്രയും കാശ് മുടക്കി ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ ആ സിനിമയിൽ നിറച്ച് ഒരു ഫെയിം ആയിട്ടുള്ള ഒരാളില്ല, ഉണ്ട്, അതല്ല ഉദ്ദേശിച്ചത്, ബാക്കിയുള്ള എല്ലാ പുതുമുഖങ്ങളാണ്. അപ്പോൾ ഒരു എന്താണ് ഒരു എല്ലാ പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാനുള്ള കാരണം എന്താണ് ഈ സിനിമയിൽ? എന്തായാലും നമ്മൾ കാശ് മുടക്കി ഒരു സിനിമ ചെയ്യണം, അപ്പൊ അതിന്റെ ഒരു കാരണം പറയാമോ? ഞാൻ സെൽഫായിട്ട് പറഞ്ഞത് അഹങ്കാരമായിട്ട് പോകും. കാരണം എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ്, അതിൻ്റെ പറയുന്നത് കണ്ടന്റ്, ആ കണ്ടന്റ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ സക്സസ് ആവുന്നുള്ളൊരു കോൺഫിഡൻസ് എന്നിലേക്ക് സ്വയം മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആ വഴിക്ക് തന്നെ അങ്ങ് പോകാം, ന്യൂ ഫേസസിനെ വയ്ക്കാം. കാരണം 48 ക്യാരക്ടേഴ്സിൽ ഒരു 10-18 കുട്ടികളുണ്ട്, 18ഓളം കുട്ടികളുണ്ട്. അതിനപ്പുറം ഒരു ഡയലോഗ് വരെ വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് എടുക്കാം. ഒറിജിനൽ ആയിട്ട് വരുന്ന ചില ക്യാരക്ടേഴ്സിന്റെ ഒരു നമുക്ക് പ്രാക്ടീസ് ഒന്നും കൂടാതെ ഒറിജിനൽ സാറ്, ഒരു ഒറിജിനൽ ഒരു HM, ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടന്റ് ആയിട്ട് കയറി വന്നപ്പോൾ ഇച്ചിരി ഒരു ആർട്ടിഫിഷ്യൽ മാറ്റി വെച്ചിട്ട് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഡെസിഗ്നേഷൻ ഒക്കെ ചിലപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഡെസിഗ്നേഷൻ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഈസിനെസ് വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് നോ ഫേസസ് എന്ന രീതി വന്നത്. തിരക്കിനിടയിൽ അല്പനേരം പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം? പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചാൽ, കണ്ടില്ലെങ്കിൽ അവർക്കൊരു തീരെ നഷ്ടമായിരിക്കും. കാരണം ഈ ഫെസ്റ്റിവൽസ് തന്നെ അവർ ചേഞ്ച് ആവണം. എല്ലാ പേരൻസും അല്ല കേട്ടോ, അത് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഡയലോഗ്, എല്ലാ പേരൻസും അല്ല കേട്ടോ, ചുരുക്കം ഈ 4 കുട്ടികളുടെ പേരൻസിൽ ഉറപ്പായിട്ട് ഞാൻ പറയും ഒരു പേരൻസ് നമ്മളുടെ ഒരാളാണ്. ഇച്ചിരിയെങ്കിലും. മെയ് 22-നാണ് സിനിമ റിലീസ്. അതെ. മെയ് 21-ന് ലാലേട്ടന്റെ ദൃശ്യം വരെയാണ്. അതെ. അപ്പൊ അതിന്റെ ഒപ്പം ഈ പടം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ? വാഴ നനഞ്ഞ ചിരിയും നനയത്തെ രീതിയിൽ ഞങ്ങൾ പോകുന്നു. പിന്നെ കുറെ ക്യാൻവാസിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ കണക്ഷൻസ് അവിടുന്ന് ഏകദേശം കാസർഗോഡ് മാത്രമാണ് ഇച്ചിരി കണക്ഷൻസ്, ബാക്കിയുള്ള കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള കുറെ ഓൾറെഡി ഞങ്ങൾ ഒരു വാക്കിംഗ് ആൻഡ് റണ്ണിങ് പ്രൊമോഷൻ ഓൾറെഡി നമ്മൾ നടത്തി കഴിഞ്ഞു എല്ലാ ആൻഡിലും. കാരണം കൂടുതൽ നമ്മൾ സ്കൂൾ ബേസിലുള്ള പേരൻസിനെ കംപ്ലീറ്റ് ഒന്ന് ഇത് ക്ലിയർ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ നമ്മളൊന്ന് പോയിട്ടുണ്ട്. അല്ലാതെ ഇതിനെപ്പറ്റി പറയേണ്ടിടത്തൊക്കെ വേദിയിൽ നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് ദമ്പതികളുടെയൊക്കെ മീറ്റിങ്ങിലൊക്കെ നമ്മൾ കുറെ സംസാരിച്ചു. അപ്പൊ അതൊക്കെ ഒരു പോസിറ്റീവ് വെബായിട്ട് വരുന്നുണ്ട്. എല്ലാവരും പണം കാണുമെന്ന് പറഞ്ഞു. അതൊക്കെയാണ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വെച്ച് നമുക്ക് നടത്താനുള്ള ഇടയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇല്ല, ജയൻ ചേട്ടന്റെ ഒരു 2 പ്രോജക്റ്റ് ഓൾറെഡി ഓണാണ്. പിന്നെ വലിയൊരു ഒരു ആക്ടറിന്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓൾറെഡി ഓണാണ്. അത് നെക്സ്റ്റ് അത് വേറെ 3 ആക്ടേഴ്സിനെ വെച്ച്, അതല്ലാതെ വലിയൊരു പ്രോജക്റ്റ് റെഡി ആയിട്ടിരിക്കാനാണ്. അത് താമസിയാതെ തന്നെ അനൗൺസ് ചെയ്യും. എല്ലാം നടക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഒരു ക്വസ്റ്റ്യൻ കൂടി. ശിവാനിയോടോ 4 സിനിമ ചെയ്തിട്ടില്ലേ? അപ്പൊ മലയാളത്തിലെ ആരുടെ കൂടെ അഭിനയിക്കാനായിട്ട്